അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യാം. പിന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, കോൺഫ്ലവർ, മൈദപ്പൊടി, എഗ്ഗ്, ഉപ്പ് അതൊക്കെ ഇട്ട് ഒന്ന് കുഴച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, വിനേഗർ, പെപ്പർ പൗഡർ, കോൺഫ്ലവർ, ചില്ലി പൗഡർ ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഓയിലൊന്ന് ചൂടാക്കി ചിക്കൻ രണ്ട് സൈഡ് നല്ല ക്രിസ്പി ആവുന്ന വരെ പൊരിച്ചെടുക്കാം. പിന്നെ അതേ ഓയിൽ കുറച്ചെടുത്ത് അതിലേക്ക് ഗാർലിക്ക്, ക്യാപ്സിക്കം ഇട്ട് ഒന്ന് നന്നായി വഴറ്റാം. പിന്നെ കുറച്ച് കാഷ്യും കൂടെ ഇട്ട് ഒന്നും കൂടെ വഴറ്റി പിന്നെ നമ്മൾ ആ ഒരു സോസ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മേലേക്ക് കുറച്ചൊരു മല്ലിയിലയും കൂടി ഒന്ന് വെച്ചെടുക്കാം. ഇതിന് കൂടെ കോംബോ ആയിട്ട് ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ ആ ഒരു ബാറ്റിൽ തന്നെ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലിൽ 2 മുട്ട സ്ക്രംബിൾ ചെയ്യുന്നുണ്ട്, ഉപ്പും കുരുമുളകും ഇട്ടിട്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും, ക്യാരറ്റും കൂടെ ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കുറച്ച് പെപ്പറും കുറച്ച് സോയസും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ ആ ഒരു എഗ്ഗ് സ്ക്രംബിൾ ചെയ്തതും പിന്നെ ആ ഒരു ചിക്കനും കൂടി ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ ഞാൻ ബസ്മതി റൈസ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് എടുത്തതാണ്. തലേദിവസം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ നിന്ന് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ആഡ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം.